നമസ്കാരം സാർ. സാർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കൊട്ടിഘോഷിച്ചാണ് ഈ സർക്കാർ തയ്യാറാക്കിയത്. അപ്പോൾ എന്നിട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു, ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചു. SIT എന്നൊരു പോലീസ് സംഘം ഇതിൽ മേൽ വന്നിരിക്കുന്ന പരാതികൾക്ക് എല്ലാം പരിഹാരം കാണും, അതിനെ പരാതിക്കാരെ വിളിക്കും, അവർ പറയാനുള്ള കേൾക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവസാനം കേൾക്കുന്നത് ഇത്തരത്തിൽ അവർക്ക് SIT സംഘത്തിന് കുറേ കേസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പരാതികൾ. അതായത് നടികൾക്ക് തൊഴിലിടത്ത് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് മെയിൻ വിഷയം. ഇപ്പോൾ അത്തരത്തിൽ കിട്ടിയ കേസുകൾ എഴുതി തള്ളാൻ SITയുടെ നീക്കം, അത് ചുമ്മയല്ല അവർ എഴുതി തള്ളുന്നത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിന് തയ്യാറാക്കി, എന്തിന് സർക്കാർ ഇങ്ങനെ ഒരു SIT സംഘത്തെ വെച്ചു? ഇത് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നതില്ലേ, അവർക്ക് പരാതിയില്ലേ, പിന്നെ എന്തിനാ? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു ഗ്ലാമർ മേഖലയാണ്. എന്താ പറയുന്നത്, വളരെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാണ്. അതൊരു ഗ്ലാമറസ് മേഖലയാണ്. എന്തായാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. പൊതുവെ ജനങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നൊരു മേഖലയാണ്. അവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ പറ്റിയുള്ള പരാതികൾ വർഷങ്ങളായി നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു പുതിയ കാര്യമല്ല. സിനിമാ മേഖല ഉണ്ടായപ്പോൾ മുതൽ, സിനിമാ നിർമ്മാണം തുടങ്ങിയപ്പോൾ നമ്മൾ ചിത്ര പുരോഗതി മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഇത്തരം ആരോപണങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത അവസരത്തിലാണ് പലരും അതിനെ ചോദ്യം ചെയ്യാനും ചില സ്ത്രീകൾക്ക് അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നടത്തുകയോ, അങ്ങനെ നമുക്കറിയാവുന്നതുപോലെ ഒരു പുരുഷ മേധാവിത്വം കൃത്യമായി നിലനിൽക്കുന്ന, നടൻ കേന്ദ്രീകൃതമാണല്ലോ സിനിമ എന്ന് പറയുന്നത്, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഒരു പരാതി ഉയരുകയും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി, പുതുതായി വരുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ചർച്ച വ്യാപകമാവുകയും ആ മേഖലയിലുള്ളവർ തന്നെ അതിനെപ്പറ്റി പരാതി രൂപത്തിൽ പറയുകയും അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പരസ്യ പ്രസ്താവന നടത്തുകയും, നേരത്തെ ഈ അവസരങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലരും ഇത് പറയാതിരുന്നു എന്ന നിലയിൽ ആണ് നമ്മളതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളറ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അറിയത്തില്ലല്ലോ, അങ്ങനെയാണ്. പക്ഷേ അത് പരാതി വ്യാപകമാവുകയും ഈ മേഖലയിലുള്ളവർ വളരെ കൃത്യമായി പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ സിനിമാ സംഘടനകൾ, നടന്മാരുടെയും നടികളുടെയും സംഘടനയിൽ തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും, നമുക്കറിയാം പാർവതി തിരുവോത്ത് അവരെ പോലെയുള്ളവർ വളരെ ശക്തമായിട്ട് ഈ ഒരു സ്ത്രീകളുടേതായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി, WCC, അതെ WCC അതിനകത്ത് WCC ഒക്കെയാണ്, അതെ അറിയാം. അപ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെയാണ് അതെല്ലാം വരികയൊക്കെ ചെയ്തപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ട് ഒരു ഉന്നതാധികാര സമിതി സർക്കാർ നിയോഗിച്ചത്. ആ സമിതി കൃത്യമായി കണ്ടെത്തലുകൾ നടത്തിയെന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, അവർ വളരെ ദീർഘമായ സമയമെടുത്തിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് സർക്കാർ ഫണ്ടിൽ നിന്നും കൊടുത്താണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വിചിത്രമായ വസ്തുത എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് എത്രയോ കാലമായിട്ട്, വർഷങ്ങളായി ഇത് ഇങ്ങനെ എന്താ പറയുക വെച്ചിരിക്കുകയായിരുന്നു, വളരെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം അതിനുള്ള കാരണം നമുക്കറിയാം. പലപ്പോഴും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാധീനമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അവരെ തൊട്ടാൽ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ തുടരാനുള്ള ഒരു മടി കൊണ്ട് ഇതിനകത്ത് കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്നവർ വളരെ കൃത്യമായിട്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് തുറക്കാതെ വെച്ചിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഇത് തുറന്നു, ഇത് പബ്ലിക്കാക്കി. അതിൽ പറയാവുന്ന ഭാഗങ്ങളൊക്കെ, ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പബ്ലിക്കാക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്ന് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന നിലയിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറയുന്നത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. കാരണം അങ്ങനെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ അത് വളരെ മോശമായി, നമ്മൾ ഈ വരുന്ന പല വിഗ്രഹങ്ങളും ഉടയുന്ന കാഴ്ചയാണ് പറയുന്നത്. പല വിഗ്രഹങ്ങളോട് ഉടയുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഇവരെ ഈ താരപദവിയിൽ ഇവരെയൊക്കെ ഒരു വലിയ നക്ഷത്രങ്ങളാണല്ലോ, ഈ വിണ്ണിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണല്ലോ. ഈ നക്ഷത്രങ്ങൾ പലതും അത്ര ഉയരത്തിലല്ലെന്നും ഇതൊന്നും നക്ഷത്രങ്ങളല്ലെന്നും കാണുന്ന ഗ്ലാമറൊന്നും ഇല്ലെന്നും ഒക്കെയുള്ള ഒരു താരമൂല്യം ഇടിയും, അതെ, ഒരു വല്ലാതെ ഇടിയുന്നത് പോലെ വന്നതുകൊണ്ട് കനത്ത സമ്മർദ്ദം സർക്കാരിൽ തന്നെ ചെലുത്തിയിട്ടുണ്ടാവണമെന്നാണ് നമ്മൾ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തു. ഈ കേസെടുത്തിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നേരത്തെ മൊഴി അല്ലെങ്കിൽ പരാതി ഉന്നയിച്ചവർ പോലും മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് നിന്ന് തന്നെ പലരും ഇതിനെതിരെ പരിഹാസവും എന്താ പറയുന്നത് എതിർപ്പും പുച്ഛം ഈ രീതിയിലേക്ക്. അല്ല സാർ, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ മാലാപാർവതിയാണ് ഇത്തരത്തിൽ ആദ്യം പരാതി കൊടുക്കാൻ മാലാപാർവതി ഉണ്ടായിരുന്നു. ഒരു നടിയാണ്, അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, സ്വഭാവ നടിയാണ്. അവര് നിരവധി നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതെ, അവതാരികയാണ്. അപ്പോൾ അവർ ഈ പരാതി കൊടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് അവർ തന്നെ ഇതൊക്കെ സംസാരിച്ച് തീർത്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു പോയിന്റ് ഇതിനകത്തുണ്ട്. അതായത് മറ്റൊന്നുമല്ല, അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്.
അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണോ ഇവരൊക്കെ ഇത് പറയുന്നത്? തീർച്ചയായിട്ടും ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അതിനകത്ത് ക്ലിക്കുണ്ടെന്നും ഗ്രൂപ്പുണ്ടെന്നും ഉപജാപക സംഘമുണ്ടെന്നും അതിനപ്പുറത്ത് സ്വാധീനമുള്ള ചിലരുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫോക്കസാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള വ്യാപക അത് സത്യമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ ഈ ചലച്ചിത്ര രംഗം എന്ന് പറയുന്നത് ഒന്നാമത് നടന്മാർ കേന്ദ്രീകൃതമായിട്ട് ഈ സിനിമയെ പറ്റി വന്നപ്പോൾ നേരത്തെ നമുക്കറിയാവുന്ന പോലെ ചിത്രം സംവിധായകൻ്റെതായിരുന്നു. സംവിധായകന്റെ കലയെന്നാണ് അറിയപ്പെടുന്നത് നേരത്തെ. അങ്ങനെ ആയിരുന്നത്. അത് ക്രമേണ മാറുകയും ചക്രവർത്തിമാരായി അവര് പിന്നെ മുമ്പിൽ വരികയും അവരുടെ ഉദ്ദേശവും ഇഷ്ടവും അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് അങ്ങനെ വന്നപ്പോൾ മുതൽ ഈ രംഗത്ത് ഇപ്പറയുന്ന ആരോപണങ്ങൾ ശക്തമായി തുടങ്ങി എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള പ്രസ്താവനകൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഇങ്ങനെയും വന്നു. ഇപ്പോൾ ഈ അവസരങ്ങളാണ് താങ്കൾ ചോദിച്ചതുപോലെ ഈ സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന അവസരങ്ങളില്ല. ഒരു വർഷമോ 2 വർഷമോ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവസരങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പിന്നെ അവരുടെ സിനിമയ്ക്ക് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ കിട്ടത്തില്ല, വിപണി കിട്ടത്തില്ല. അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് അത് വളരെ 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 പിന്നെ മോശമായ ഒരു അവസ്ഥയിലേക്ക് അത് നീങ്ങുമല്ലോ. അവരുടെ സ്ഥിതി നീങ്ങുമല്ലോ. അങ്ങനെ നീങ്ങി കണ്ട ചരിത്രം നമുക്കുണ്ട്. നമ്മൾ പല സിനിമയിലൂടെ കടന്നു പോകുമ്പോൾ ഉദാഹരണത്തിന് അതിന് അഭിനയം മാത്രമല്ല, ഗായകന്മാർ അവരൊക്കെ എത്രയോ പേര് സാങ്കേതിക വിദഗ്ധർ നന്നായി ചെയ്തിരുന്ന പലരും തള്ളിപ്പോയ അവസ്ഥ നോക്കണം. ഇതൊക്കെ ഭയപ്പെടുന്നവരാണ് പൊതുവെ എല്ലാവരും. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ അതിനുവേണ്ടി ഇത്തരം മാർഗങ്ങൾ, പല വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ നിന്നാണല്ലോ ഈ പരാതി ഉത്ഭവിച്ചത്. സാർ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ മുന്നോട്ടിറങ്ങി ഒരു കമ്മിറ്റി, സാർ പറഞ്ഞു അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, ശരിയാണ്, നമ്മളെല്ലാം കണ്ടതാണ്. അതിൽ എത്രയോ ഭാഗം കീറി മാറ്റിയിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പേടിച്ചു. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ശേഷം അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഈ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഈ പറഞ്ഞവരെല്ലാവരും പരാതി കൊടുത്തു. എന്നിട്ടിപ്പോൾ ആരും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഇനി എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് ഇപ്പോൾ പിന്നെ സർക്കാർ ഇതിനകത്ത് സുപ്രീം കോടതി പോലും ഇതിനകത്ത് പരാതി ഇല്ലാതെ എങ്ങനെ അന്വേഷണം നടത്തുമെന്ന് ഒരു ചോദ്യം. അപ്പോൾ അത്തരം പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനേ കഴിയത്തുള്ളൂ. പക്ഷേ സർക്കാർ ഈ റിപ്പോർട്ട് വിട്ടതിന് ശേഷം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കൃത്യമായി ഇത് നമ്മുടെ ഈ ചലച്ചിത്ര മേഖലയിൽ ഒരു പുഴുക്കുത്തുണ്ടാകരുതെന്നും ഉള്ള, ആ പുഴുക്കുത്ത് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണമെന്നും ഒക്കെ ഉള്ള ഒരു നിലപാട് സർക്കാരിനുള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഫലത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇനി ഒന്നും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറുഭാഗത്തുള്ളത് വളരെ ശക്തന്മാരാണ്. അവർ പല വിധത്തിലും നമുക്കറിയാമല്ലോ. നമ്മൾ ഈ ഓരോ തരത്തിൽപ്പെട്ട കാര്യങ്ങളെ പറ്റി ഓരോ തരത്തിൽ ആളുവില കല്ലുവില എന്നൊരു പഴയ പ്രമാണം തന്നെ ഉണ്ടല്ലോ. ഈ അങ്ങനെ ചൊല്ല് തന്നെയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുന്നവർ, ഈ ഭാഗത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് എതിരെ നിൽക്കുന്നവർ, പൊതുവെ പുരുഷാധിപത്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഈ മേഖലയിൽ ആ പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിനെതിരെ ഉദ്ദേശിക്കുന്നത് പോലെ ശബ്ദിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു വസ്തുതയുണ്ട്. അവർക്ക് ചെലുത്താൻ കഴിയുന്ന സമ്മർദ്ദം എന്ന് പറയുന്നതും വളരെ വലുതാണ്. നമ്മുടെ പിന്നെ സർക്കാരിൻ്റെ ഭാഗം തന്നെ ആയിരിക്കുന്ന വലിയ വലിയ നടന്മാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെ അപ്പുറത്തേക്ക് പോകാൻ സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്രയും പണം വ്യയം ചെയ്ത്, ഇത്രയും ധനം ദുർവിനിയോഗം ചെയ്ത് പിന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് എത്തിക്കാൻ കഴിയുന്നില്ല, അത് എവിടെയെങ്കിലും എത്തിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ മോശമായ കാര്യമാണ്. ഒരു പരാജയമാണ്. അതൊരു പരാജയമാണ്. അത് സർക്കാരിൻ്റെ ഒരു പരാജയം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കരുതേണ്ടി വരും. കാരണം റിപ്പോർട്ട് വന്നു, പുറത്തു വന്നു, അത് പുറത്താക്കി, എന്നിട്ട് നടപടികൾ ആരംഭിച്ചു. അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ സർക്കാരിൻ്റെ ഒരു പരാജയം. കൊട്ടിഘോഷിക്കാൻ ഒരു സാധനം വെറുതെ കൊട്ടിഘോഷിച്ചു ഒന്നുമല്ലാതെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചു പോകുന്ന പല കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇതും എടുത്ത് തള്ളപ്പെട്ടു പോവുകയാണ്.